ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സോഡസ് റൈസേഴ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കോഓപ്പറേറ്റീവ് ലോയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ക്ലാസ് എടുത്തിരുന്നത്. ചാപ്റ്റർ 6 ആയിരുന്നു. അതെന്തായിരുന്നു? സ്റ്റേറ്റ് എയ്ഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് ഗവൺമെന്റ് സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കുന്ന ധനസഹായമായിക്കോട്ടെ മറ്റ് സഹായമായിക്കോട്ടെ എങ്ങനെയാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് ചാപ്റ്റർ 6. ചാപ്റ്റർ 6-ന് റൂൾസ് ഇല്ല, അതുമായി ബന്ധപ്പെട്ട റൂളുകൾ. കാരണം ചാപ്റ്റർ 6-ന്റെ വിശദീകരണം ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം അതുമായി ബന്ധപ്പെട്ട റൂൾ ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചിരിക്കുക, 45 വരെ ക്ലാസ് എടുത്തതാണ്. ബാലൻസ് നിൽക്കുന്ന പോർഷനിൽ എടുക്കുന്നു. സെക്ഷൻ 46-ലേക്ക് വേഗം പോകുന്നു. ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് സെക്ഷൻ 46? അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്. എന്താണ് ഇവിടെ പറയുന്നത്? ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. എന്തിന്? ഷെയർ പർച്ചേസ് ചെയ്യണമെങ്കിൽ. ആര് ഷെയർ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണ്ടി വരുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഗവൺമെന്റ് ആണ് ടോപ്പസ്റ്റ് അതോറിറ്റി. ഗവൺമെന്റ് ആരുടെ കയ്യിൽ നിന്നായിരിക്കും ഷെയർ വാങ്ങുന്നത്? അപ്പെക്സ് സംഘങ്ങളുടെ കയ്യിൽ നിന്നാണ് ഗവൺമെന്റ് ഷെയർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അപ്പെക്സ് സംഘം ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഈ അപ്പെക്സിൽ നിന്നും ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഇനി അതിന് താഴെയുള്ള സൊസൈറ്റികളുണ്ട്. ഏതാണ് വരുന്നത്? സെൻട്രൽ തലത്തിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റീസ് ഉണ്ടാവും, സെൻട്രൽ സൊസൈറ്റീസ് ഉണ്ടാവും. അവിടെ നിന്നും വാങ്ങാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് അതിന്റെ രീതി എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നമുക്ക് നോക്കാം. ഇനി അതിന് താഴെ വരുന്നതാണ് പ്രൈമറി സൊസൈറ്റീസ്. എന്താണ് പ്രൈമറി സൊസൈറ്റീസ് വരുന്നത്? പാക്സ് വരുന്നുണ്ട് അല്ലെ. ഇതിന് താഴെ വരുന്നതാണ് പാക്സ്. ഇതും നമ്മൾ നോക്കിയതാണ് എങ്ങനെയാണ് ഷെയർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഈ അപ്പെക്സ് സംഘങ്ങൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന തുക വെച്ചിട്ട് അവരൊരു ഫണ്ട് സ്വരൂപിക്കും. ആ ഫണ്ടിന് പറയുന്ന പേരായിരുന്നു, നമ്മൾ നേരത്തെയൊക്കെയാണ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇനി സെൻട്രലിന്റെ കയ്യിലേക്ക് ഈ തുക അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് താഴെയുള്ള സെൻട്രൽ സൊസൈറ്റികളുടെ ഷെയർ ആര് പർച്ചേസ് ചെയ്യുന്നത്? അപ്പെക്സ് സൊസൈറ്റികൾ പർച്ചേസ് ചെയ്യുന്നത്. ശരിക്കും ഇത് അപ്പെക്സ് സൊസൈറ്റിയുടെ ഫണ്ടാണോ? അല്ല, ഗവൺമെന്റ് കൊടുത്തതാണ്. അപ്പൊ ഗവൺമെന്റിന് വേണ്ടി അപ്പെക്സ് സംഘങ്ങൾ സെൻട്രൽ സൊസൈറ്റിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്ന ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അതിന് താഴെയുള്ള സെൻട്രൽ സൊസൈറ്റികൾക്ക് ഈ ഫണ്ട് കൊടുത്ത് ഷെയർ വാങ്ങാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിയോട് ആവശ്യപ്പെട്ടിട്ട് പ്രൈമറി സൊസൈറ്റിയിൽ നിന്നും ഷെയർ വാങ്ങാനായിട്ട് അപ്പെക്സ് സംഘത്തിന് സാധിക്കും. അങ്ങനെ വരുമ്പോൾ അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഈ ഫണ്ട് വരുമ്പോൾ ഇവർ മറ്റൊരു ഫണ്ടായിട്ടാണ് ഇതിന് പേര് പറയുന്നത്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്നതിന്റെ പേര് മാറി വരും. അപ്പൊ നമ്മൾ മനസ്സിലായി, അപ്പെക്സ് സൊസൈറ്റികൾ സെൻട്രൽ സൊസൈറ്റിയിൽ നിന്ന് ഷെയർ പർച്ചേസ് ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. താഴെയുള്ള പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ ക്യാപിറ്റലുകൾ വാങ്ങിയെടുക്കുവാനായിട്ട് സെൻട്രൽ സൊസൈറ്റി ഉപയോഗിക്കുന്ന ഫണ്ടിന്റെ പേരെന്താണ്? സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടാണ്. സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പും പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും ഇത് രണ്ടും ആരുടേതാണ്? ആക്ച്വലി ഇതിന്റെ എല്ലാം ഓണർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കണമെങ്കിലും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കണമെങ്കിലും ഇത് വെച്ച് ഷെയർ പർച്ചേസ് വാങ്ങണമെങ്കിൽ ആരുടെ അനുവാദം ഉണ്ടായിരിക്കണം? ഗവൺമെന്റിന്റെ അനുവാദം ഉണ്ടായിരിക്കണം. അതാണ് സെക്ഷൻ 46-ൽ നമ്മളോട് പറയുന്നത്. എന്താണ് പറയുന്നത്? അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർ. ഇനി എളുപ്പമാണ്, ഒന്ന് വായിച്ചു കൊടുത്താൽ മാത്രം മതി അല്ലെ. എന്താണ് മക്കളെ? നോ ഷെയർസ് ഇൻ എ സൊസൈറ്റി ഷാൽ ബി പർച്ചേസ്ഡ് ഫ്രം ദ മണി ഇൻ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ ദ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് അപ്രൂവൽ ഇൻ റൈറ്റിംഗ് ഓഫ് ദ ഗവൺമെന്റ്. എന്താ പറയുന്നത്? ഗവൺമെന്റിന്റെ ഒരു അനുവാദം, പ്രീവിയസ് ആയിട്ടുള്ള അപ്രൂവൽ ആരുടേതുണ്ടാവണം? ഗവൺമെന്റിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അല്ലെങ്കിൽ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഷെയർ പർച്ചേസ് ചെയ്യാൻ കഴിയൂ. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സൊസൈറ്റിക്കും ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആയാലും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആയാലും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലേ? അടുത്ത സെക്ഷൻ 47, ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഷെയർസ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. വേർ എനി ഷെയർ ഇൻ സൊസൈറ്റി ആർ പർച്ചേസ്ഡ്. അങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്താണ് പറയുന്നത്? ഗവൺമെന്റ് ഓർ ദ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി ഫ്രം ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ ദ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് as case may be, liability respect of such share shall in event of the society being wound up be limited to the amount paid in respect of such share. എന്താ ഇവിടെ പറയുന്നത്? ഗവൺമെന്റ് ആണ് ആക്ച്വലി ഷെയർ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്. കാരണം ഗവൺമെന്റിന് വേണ്ടിയാണ്, അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിലും
സെൻട്രൽ സൊസൈറ്റി ആണെങ്കിലും ഗവൺമെന്റിന് വേണ്ടിയാണ് ഷെയർ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വേർ എനി ഷെയർ ഓഫ് എ സൊസൈറ്റി ആർ പർച്ചേസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓർ അപ്പെക്സ് സൊസൈറ്റി ഓർ സെൻട്രൽ സൊസൈറ്റി, അതായത് പർച്ചേസ് ചെയ്യുന്ന ആരാണ്? ഗവൺമെന്റ് ആണ്. ഏറ്റവും ടോപ്പസ്റ്റ് അതോറിറ്റിയാണ് ഈ ഷെയർ പർച്ചേസ് ചെയ്യുന്നത്. അല്ല എങ്കിൽ ഗവൺമെന്റിന് വേണ്ടി ആര് പർച്ചേസ് ചെയ്യാറുണ്ട്? അപ്പെക്സ് സൊസൈറ്റി പർച്ചേസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഈ അപ്പെക്സ് സൊസൈറ്റിയിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആര് പർച്ചേസ് ചെയ്യാറുണ്ട്? സെൻട്രൽ സൊസൈറ്റി പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റി പർച്ചേസ് ചെയ്യുന്നത് ഏത് ഷെയർ ഏത് എമൗണ്ട് ഉപയോഗിച്ചിട്ടാണ്? ഒന്നെങ്കിൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചാവാം, അല്ലെങ്കിൽ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. അപ്പൊ 3 കാര്യങ്ങളാണ് പ്രത്യേകം പറഞ്ഞത്. ഷെയർ പർച്ചേസ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി ആവാം, സെൻട്രൽ സൊസൈറ്റി ആവാം. സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ സബ്സിഡറി ഫണ്ടും, അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ പ്രിൻസിപ്പൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഷെയർ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റിയുടെ ഷെയർ മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ. അതാ പറഞ്ഞത് the liability respect of such share shall in the event of society being wound up the limited to the amount paid in respect of such share. ഇവര് പർച്ചേസ് ചെയ്താലും ഗവൺമെന്റ് പർച്ചേസ് ചെയ്താലും ലയബിലിറ്റി ലിമിറ്റഡ് തന്നെ ആയിരിക്കും. അതായത് എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി? അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സംഘത്തിലെ ഷെയർ പർച്ചേസ് ചെയ്യുന്നു. ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 10,000 രൂപയുടെ ഷെയർ ആണ് എന്നിരിക്കട്ടെ. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലയബിലിറ്റി LTD നിങ്ങൾ കണ്ടിട്ടില്ല, ഏതെങ്കിലും ഒരു പേര് അവസാനിക്കുന്ന ലിമിറ്റഡ് എന്നാണെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റി ഒരിക്കൽ വൈൻഡ് അപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ കടമായിട്ട് സൊസൈറ്റി നിർത്തിപ്പോവുകയാണ്, അല്ലെങ്കിൽ ആ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാണ്, ലിക്വിഡേറ്റ് ചെയ്യുകയാണ്, നിർത്തിപ്പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ സൊസൈറ്റിക്ക് ഒരുപാട് കടബാധ്യത വന്നിട്ടുണ്ട്. ഈ ബാധ്യത കൊടുക്കാൻ സൊസൈറ്റിയുടെ പണം ഇല്ലാതെ വരുമ്പോൾ സൊസൈറ്റിയുടെ ആസ്തികളെല്ലാം വിറ്റിട്ട് ഈ കടം നികത്താൻ നോക്കും. അങ്ങനെ വരുമ്പോഴും സൊസൈറ്റിക്ക് ഈ നികത്താനായിട്ടുള്ള എമൗണ്ട് കിട്ടിയില്ല എങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആണ് എങ്കിൽ അവിടെ ആരൊക്കെയാണോ മെമ്പേഴ്സ് ആയിട്ടുള്ളത് ആ മെമ്പേഴ്സ് എല്ലാവരും ഈ കടത്തിന് ഉത്തരവാദിയാണ്. എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് 10 കോടി രൂപ കടമുണ്ട് എങ്കിൽ 10 കോടി രൂപയുടെ ഉത്തരവാദിത്തം അവിടെ ഓരോ മെമ്പേഴ്സിനും ഉണ്ട് എന്നുള്ളതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റിയുടെ പ്രത്യേകത. എന്നാൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ പർച്ചേസ് ചെയ്തിരിക്കുന്ന തുക മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമാകൂ, കൂടുതൽ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതില്ല. എന്നാൽ 10 കോടി കടം വന്നു, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് എങ്കിൽ ആ 10 കോടി വീട്ടാനായിട്ട് ഒരു മെമ്പർ എന്ന നിലയ്ക്ക്, ഇപ്പം നമ്മളെല്ലാവരും മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ വീട് വിറ്റിട്ടാണെങ്കിലും, നമ്മുടെ വാഹനം കൊടുത്തിട്ടാണെങ്കിലും, നമ്മുടെ മൊബൈൽ വിറ്റിട്ടാണെങ്കിലും സൊസൈറ്റിയുടെ കടം നികത്തുക എന്നുള്ളത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. ഏത് സാഹചര്യത്തിൽ? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നുവെങ്കിൽ. എന്നാൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ഷെയർ, ഇപ്പം നമ്മൾ 10,000 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്, നമ്മുടെ ഇന്ന് 10,000 രൂപയെ പോവുകയുള്ളൂ, വേറെ 1 രൂപ പോലും പോകില്ല. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇവിടെ നഷ്ടമായാൽ 10,000 രൂപയെ പോകുകയുള്ളൂ എന്നുള്ളതാണ് ലിമിറ്റഡ് ലയബിലിറ്റി. അങ്ങനെ വരുമ്പോൾ ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് ലിമിറ്റഡ് ലയബിലിറ്റിയിൽ നിന്ന് മാത്രമേ ഷെയർ പർച്ചേസ് ചെയ്യാൻ സാധ്യതയുള്ളൂ, അങ്ങനെ മാത്രമേ പർച്ചേസ് ചെയ്യത്തുള്ളൂ. അൺലിമിറ്റഡ് ലയബിലിറ്റിയുടെ ഷെയർ പർച്ചേസ് ചെയ്യില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഗവൺമെന്റ് എത്ര രൂപയ്ക്കാണോ ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയോ എത്ര രൂപയുടെ ഷെയർ ആണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ തുകയുടെ മാത്രം ബാധ്യതയെ അതാത് സൊസൈറ്റികൾക്കുള്ളൂ. അല്ലാതെ ഗവൺമെന്റ് ആണ് ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്ക് നഷ്ടം വന്നു, ഞങ്ങളുടെ സൊസൈറ്റി പൂട്ടിപ്പോവാണ്, ഗവൺമെന്റ് കൂടുതൽ തുക തരണം എന്ന് പറയാൻ അവകാശമില്ല. എല്ലാ മെമ്പേഴ്സിനും കിട്ടുന്ന അതേ ഡിവിഡൻഡ് ആണ് ഗവൺമെന്റ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ലയബിലിറ്റിയും. സൊസൈറ്റിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു, സൊസൈറ്റി പൂട്ടിപ്പോയാൽ ഗവൺമെന്റിന് പ്രത്യേകിച്ച് കൂടുതൽ എമൗണ്ട് ഗവൺമെന്റ് കൊടുക്കില്ല. എത്രയാണോ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഷെയർ എമൗണ്ട് അത് മാത്രമേ അവിടെ നിന്ന് പോകാനുള്ളൂ. ലയബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആണ്. അത് ഗവൺമെന്റ് ആണെങ്കിലും അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിലും ലയബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആണ്. അതാണ് 47 സെക്ഷൻ പറയുന്നത്, ലയബിലിറ്റി ടു ലിമിറ്റഡ് ഇൻ റെസ്പെക്ട്. 47 എന്ന് പറയുമ്പോൾ ലയബിലിറ്റി എന്ന് ഓർമ്മ വരണം കേട്ടോ. 47 ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലയബിലിറ്റി തുടങ്ങുന്ന LL ആണ്, എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങുന്നത്, ലയബിലിറ്റി. അപ്പൊ L എന്നുള്ളത് ചെരിച്ചെഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതി വരുമ്പോൾ നമുക്കത് വേണമെങ്കിൽ അതിനെ ഒരു 7 ആയിട്ട് ചിത്രീകരിക്കാനായിട്ട് സാധിക്കും അല്ലെ. ലയബിലിറ്റി എന്നുള്ള L-നെ നമുക്ക് 7 ആയിട്ട് ചിത്രീകരിക്കാനായിട്ട് സാധിക്കും. അപ്പം 47 ലയബിലിറ്റി എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം, മാറിപ്പോകാൻ സാധ്യതയുണ്ട്. 47 ലയബിലിറ്റി, 47 ലയബിലിറ്റി, 47 ലയബിലിറ്റി ഓർത്ത് വയ്ക്കണം കേട്ടോ. അടുത്ത സെക്ഷൻ 48 ആണ്, റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാ. അതായത്
സൊസൈറ്റി ഒരു ഷെയർ പർച്ചേസ് ചെയ്ത, സൊസൈറ്റിയിൽ നിന്ന് ഗവൺമെന്റ് ഷെയർ പർച്ചേസ് ചെയ്താൽ ഗവൺമെന്റിന് ആ പർച്ചേസ് ചെയ്യുന്ന ഷെയറിന് ഒത്ത ഡിവിഡൻഡ്, അതായത് ഇൻട്രസ്റ്റ് എന്ന ഷെയറിന്റെ കേസിൽ പറഞ്ഞ ഡിവിഡൻഡ് എന്നാണ്. ഗവൺമെന്റിനും ഡിവിഡൻഡ് കിട്ടുവാനായിട്ട് അവകാശമുണ്ട്. കൂടുതൽ എമൗണ്ട് കിട്ടുമോ? ഗവൺമെന്റ് ആണെന്ന് കരുതി കൂടുതൽ എമൗണ്ട് ഡിവിഡൻഡ് കിട്ടുമോ? ഇല്ല. എല്ലാ മെമ്പേഴ്സിനും, എല്ലാ അംഗങ്ങൾക്കും ആ സൊസൈറ്റി കൊടുക്കുന്ന ഡിവിഡൻഡ് എത്രയാണോ അതേ തുക മാത്രമേ, അല്ലെങ്കിൽ അതേ ശതമാനം, അതേ പെർസെൻറ്റേജ് മാത്രമേ ഗവൺമെന്റിന് ലഭിക്കൂ. അല്ലാതെ ഗവൺമെന്റിന്റെ പ്രത്യേക പരിഗണന കിട്ടില്ല. അതാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അല്ലേ? നമ്മൾ പഠിച്ചതാണ്. An apex society which has purchased a share in other society from the money in principal state partnership fund, and a central society which has purchased a share in primary society from the money in the subsidiary state partnership fund shall be entitled only to such dividend on the said share as is declared by the society concerned and is payable to the other shareholders of the society. എന്താ പറഞ്ഞത്? മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സ്, സൊസൈറ്റിയിലെ മറ്റുള്ള വ്യക്തികളായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡിന്റെ തുല്യ അവകാശം മാത്രമേ ഗവൺമെന്റിനുള്ളൂ. അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി വാങ്ങിയാൽ അപ്പെക്സ് സൊസൈറ്റിക്കുള്ളൂ, അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റിക്ക് അവകാശമുള്ളൂ. ഇവരാര് പർച്ചേസ് ചെയ്താൽ അവർക്ക് തുല്യ അവകാശമാണ്. ഒരു വ്യക്തി എടുക്കുന്ന ഷെയറിന് ഒത്തവണ്ണം അയാൾക്ക് കിട്ടുന്ന അതേ അവകാശം മാത്രമേ ഈ ഗവൺമെന്റിനും അപ്പെക്സ് സൊസൈറ്റിക്കും സെൻട്രൽ സൊസൈറ്റിക്കും ലഭിക്കുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണേ? അടുത്തത് പറയുന്നത് ശ്രദ്ധിക്കണം. ഇൻഡെംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ് ഇൻഡെംനിറ്റി. കാരണം ഇവിടെ എന്താ പറയുക, ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടോത്തരവാദിത്വം എന്നാണ് പറയുന്നത്. നഷ്ടോത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ മക്കളെ? നഷ്ടോത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സൊസൈറ്റി ഇപ്പോൾ ഷെയർ പർച്ചേസ് ചെയ്യുന്ന സൊസൈറ്റി, ഇപ്പോൾ അതായത് അപ്പെക്സ് സൊസൈറ്റി താഴെയുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നും ഷെയർ പർച്ചേസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് താഴെയുള്ള അപ്പെക്സ് സൊസൈറ്റിയോട് പറയാണ്, നിങ്ങൾ സെൻട്രൽ സൊസൈറ്റിയിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കുറെ എമൗണ്ട് ആർക്ക് കൊടുത്തു? അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുത്തു. അപ്പെക്സ് സൊസൈറ്റി ഈ പണം ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ സൊസൈറ്റിയിൽ നിന്ന് കുറേ ഷെയർ വാങ്ങി വെച്ചു. ഓക്കെ ആണേ? അപ്പോൾ അപ്പെക്സ് സൊസൈറ്റി കുറെ പൈസ സെൻട്രലിന് കൊടുത്തിട്ട് ഷെയർ വാങ്ങി വെച്ചേക്കാം. അപ്പൊ ഈ പൈസ മൊത്തം ആരുടെയിലാണ്? ഇപ്പോൾ സെൻട്രൽ സൊസൈറ്റിയിൽ കിടക്കുകയാണ്. ആ പർച്ചേസ് ചെയ്ത ഷെയർ എല്ലാം അപ്പെക്സ് സൊസൈറ്റി ഉണ്ട്, പൈസ മുഴുവൻ സെൻട്രൽ സൊസൈറ്റിയിലാണ്. സെൻട്രൽ സൊസൈറ്റി തകർന്നു പോയാൽ, സെൻട്രൽ സൊസൈറ്റി നശിച്ചു പോയാൽ, വൈൻഡ് അപ്പ് ചെയ്താൽ ആ പണം നഷ്ടപ്പെട്ടു. ശരിയല്ലേ? അപ്പൊ ഗവൺമെന്റ് വന്നിട്ട് അപ്പെക്സ് സൊസൈറ്റി ചോദിക്കാൻ പറ്റുമോ, ആ പൈസ എന്ത് ചെയ്യും, ഞാൻ തന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ കിടന്ന പൈസ എന്ത് ചെയ്യുന്നത് ഗവൺമെന്റിന് ചോദിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം ഗവൺമെന്റ് ആണ് അപ്രൂവൽ കൊടുക്കുന്നത്. നമ്മൾ പഠിച്ചതാ. ഗവൺമെന്റ് അനുവദിച്ചത് കൊണ്ടാണ് അപ്പെക്സ് സൊസൈറ്റി താഴെയുള്ള ഒരു സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് പണം, അല്ലെങ്കിൽ പണം കൊടുത്തിട്ട് ഷെയർ വാങ്ങിയത്. അത് തകർന്നു പോയാൽ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിന് ഒരിക്കലും അപ്പെക്സ് സൊസൈറ്റിയെ ബ്ലെയിം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ കഴിയില്ല. കാരണം ഗവൺമെന്റ് പറഞ്ഞിട്ടാണ്, ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തിട്ടാണ് ആര് അപ്പെക്സ് സൊസൈറ്റി ഷെയർ പർച്ചേസ് ചെയ്തത്. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ആ താഴെയുള്ള അപ്പെക്സ് സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിയെ പറയാനും സാധിക്കില്ല, വഴക്കൊന്നും പറയാൻ സാധിക്കില്ല. എങ്ങനെ? അപ്പെക്സ് സൊസൈറ്റി കുറെ എമൗണ്ട് സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ സെൻട്രൽ സൊസൈറ്റി ഈ പണം ഉപയോഗിച്ചിട്ട് സന്തോഷത്തിൽ പോയി പ്രൈമറി സൊസൈറ്റിയിൽ നിന്ന് കുറെ ഷെയർ വാങ്ങി. ആ പ്രൈമറി സൊസൈറ്റി നശിച്ചു പോകുന്നു. അങ്ങനെ നശിച്ചു പോയാൽ സെൻട്രൽ സൊസൈറ്റിയെ വഴക്ക് പറയാനോ സെൻട്രൽ സൊസൈറ്റിയോട് ചോദിക്കാനോ അപ്പെക്സ് സൊസൈറ്റിക്കോ ഗവൺമെന്റിനോ അനുവാദമില്ല. കാരണം ഇവർ ഗവൺമെന്റ് അനുവദിച്ചത് കൊണ്ടല്ലേ സെൻട്രൽ സൊസൈറ്റി താഴെയുള്ള സൊസൈറ്റിയുടെ ഷെയർ വാങ്ങിയത്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സെക്ഷൻ 49 പറയുന്ന ഇൻഡെംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. If a society in which shares are purchased from the money in principal state partnership fund wound up or is dissolved, government shall not have any claim against the apex society which purchased a share in respect of any loss arising from such purchase, but the government shall be entitled to any money received by the apex society liquidation proceedings on dissolution as the case may be. ഞാൻ ഒന്ന് വരച്ച് കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇതാണ് ഗവൺമെന്റ്. ഗവൺമെന്റ് കുറച്ച് തുക കൊടുത്തിട്ടുണ്ട്. ആർക്ക് കൊടുത്തിട്ടുണ്ട്? അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഷെയർ പർച്ചേസ് ചെയ്യാൻ. അതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇത് നമ്മുടെ അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് താഴെയുള്ള ഒരു സെൻട്രൽ സൊസൈറ്റിയിൽ നിന്നും കുറെ ഷെയർ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഇവർ ഈ തുക ഉപയോഗിച്ചുകൊണ്ട് താഴെയുള്ള സെൻട്രൽ സൊസൈറ്റിയിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്തു വെച്ചു.
അപ്പോൾ ഇത് ഉദാഹരണം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് ഒരു 1,00,000 രൂപ ഉപയോഗിച്ചിട്ടാണ് ഈ ഷെയർ പർച്ചേസ് ചെയ്തതെന്ന് കരുതുക. 1,00,000 രൂപ ഉപയോഗിച്ചിട്ടാണ് ഷെയർ പർച്ചേസ് ചെയ്തത്. 1,00,000 രൂപ ആരുടെ കയ്യിലാണ്? ഈ സെൻട്രൽ സൊസൈറ്റിയുടെ കയ്യിലാണ് ഇപ്പോൾ 1,00,000 രൂപയുള്ളത്. ഒരു സുപ്രഭാതത്തിൽ സെൻട്രൽ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം നിർത്തിപ്പോവാണ്, വേറെ മാർഗമൊന്നുമില്ല. എടാ 1,00,000 രൂപ വൈൻഡ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓടിച്ച് നിർക്ക് മേടിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഷെയർ വാങ്ങി വെച്ചേക്കാണ്, ഡെപ്പോസിറ്റ് അല്ല, ഷെയർ വാങ്ങി വെച്ചേക്കാണ്. അപ്പോൾ ഇതിന് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോ ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ കിടന്നിരുന്ന 1,00,000 രൂപയുടെ ഇല്ല. കാരണം അത് ഉപയോഗിച്ചിട്ടല്ലേ ഇവര് ഷെയർ പർച്ചേസ് ചെയ്തത്. ഗവൺമെന്റ് വന്നിട്ട് ആരെ കുറ്റം പറയാൻ പറ്റില്ല, ആരോട് ചോദിക്കാൻ പറ്റില്ല? അപ്പെക്സിനോട് കുറ്റം പറയാനല്ല, അപ്പെക്സിനോട് ചോദിക്കാൻ പറ്റില്ല. ആ പൈസ എന്ത് ചെയ്യുന്നു? കാരണം ഗവൺമെന്റ് അനുവദിച്ചത് കൊണ്ടാണ് ഈ ഷെയർ വാങ്ങിയത്. ഇവരിവിടെ നിർത്തിപ്പോയാൽ അതിന്റെ ഉത്തരവാദിയാണെന്ന് പറഞ്ഞ് അപ്പെക്സിനെ ബ്ലെയിം ചെയ്യാൻ ഗവൺമെന്റിന് അനുവാദമില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ വൈൻഡ് അപ്പ് ചെയ്തപ്പോൾ എന്തെങ്കിലും തുക ഈ സെൻട്രൽ സൊസൈറ്റിയിൽ നിന്നും പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ, ഉദാഹരണം 1,00,000 രൂപ കൊടുത്താണ്, വൈൻഡ് അപ്പ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 10,000 രൂപ തിരിച്ചു കൊടുക്കാനായിട്ട് ആർക്കുണ്ട്? സെൻട്രൽ സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ ആ 10,000 രൂപ സെൻട്രൽ സൊസൈറ്റി പറയാണ് ഞങ്ങളുടെ വേറൊന്നുമില്ല, ആ വൈൻഡ് അപ്പ് കഴിഞ്ഞപ്പോൾ ഒരു 10,000 രൂപ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ തുക കൊടുത്താൽ ആ തുക വാങ്ങിയെടുക്കാനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട്. കാരണം അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് പോകും. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് അത് ഗവൺമെന്റിലേക്ക് പോകും. അത് വാങ്ങിയെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? അത് ഗവൺമെന്റിനുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അത് അപ്പെക്സ് സൊസൈറ്റിക്ക് വാങ്ങി ഗവൺമെന്റിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചത്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി അതിന് താഴെയുള്ള പ്രൊസീജിയർ അങ്ങനെ തന്നെയാണ്. സെൻട്രൽ സൊസൈറ്റി ഇവിടെ പ്രൈമറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്, ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രൈമറി സൊസൈറ്റിയിൽ നിന്ന് ഒരു ഷെയർ പർച്ചേസ് ചെയ്യാണ്. ഈ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്തു പോയി കഴിയുമ്പോൾ സെൻട്രൽ സൊസൈറ്റി അല്ലേ വാങ്ങിയത്. അപ്പം സെൻട്രൽ സൊസൈറ്റിയുടെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഷെയർ വാങ്ങിയത്. ഈ പ്രൈമറി സൊസൈറ്റി തകർന്നു പോയാൽ അപ്പെക്സ് സൊസൈറ്റിക്ക് ഒരു കാരണവശാലും സെൻട്രൽ സൊസൈറ്റിയോട് ചോദിക്കാൻ അനുവാദമില്ല. പക്ഷേ എന്തെങ്കിലും പ്രൊസീജിയർ വഴി പണം കിട്ടിയാൽ അത് വാങ്ങിയെടുക്കാൻ അവർക്ക് കഴിയും എന്നുള്ളത് പറയുന്നു. വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. നഷ്ടോത്തരവാദിത്വമാണ് പറയുന്നത് കേട്ടോ. ഇത് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മളിപ്പോൾ വായിച്ചത് തന്നെയാണ് കേട്ടോ. എന്താ പറയുന്നത്? ഈ ഗവൺമെന്റ് വാങ്ങിയത് വെച്ചിട്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും ഷെയർ പർച്ചേസ് ചെയ്യാണ് ഒരു സൊസൈറ്റിയിൽ നിന്ന്. ആ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് the apex society which purchased share in respect of laws arising such purchase government shall be entitled. അതായത് ഇവിടെ പറയുന്നത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിൽ നിന്ന് ഡിസോൾവ് ചെയ്യാണ്. ഗവൺമെന്റ് ഷാൽ നോട്ട് ഹാവ് എനി ക്ലെയിം. കണ്ടോ, ദ ഗവൺമെന്റ് ഷാൽ നോട്ട് ഹാവ് എനി ക്ലെയിം. അവരെ കുറ്റം പറയാൻ സാധിക്കില്ല, അപ്പെക്സിനെ കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഒന്ന് ഗവൺമെന്റ് ഷാൽ എന്റൈറ്റിൽഡ്, ഗവൺമെന്റ് അനുവാദമുണ്ട്. എന്തിന്? എന്തെങ്കിലും പണം തിരികെ കിട്ടിയാൽ the apex society liquidation proceeding on dissolution as the case may be wind upന് വേണ്ടി എന്തെങ്കിലും പണം കിട്ടിയാൽ അത് വാങ്ങിയെടുക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ സൊസൈറ്റിയുടെ കാര്യമാണ് താഴെ പറയുന്നത്. ഇഫ് എ സൊസൈറ്റി ഇൻ വിച്ച് ഷെയർ ആർ പർച്ചേസ്ഡ് ഫ്രം മണി ഇൻ ദ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് വോണ്ട് അപ്പ്. സബ്സിഡറി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ ഒരു പ്രൈമറി സൊസൈറ്റി നശിച്ചു പോവുകയാണ്. നെയ്തർ ദ ഗവൺമെന്റ് നോർ ദ അപ്പെക്സ് സൊസൈറ്റി, അപ്പെക്സ് സൊസൈറ്റിക്കോ ഗവൺമെന്റിനോ അനുവാദമില്ല. ഷാൽ ഹാവ് any claim against the central society which purchased a share in respect of any loss arising from such a purchase, but apex society shall be entitled to any money received by the central society liquidation proceeding on dissolution of the case may be. Such money shall be credited to principal state partnership fund. അതായത് ആ പ്രൈമറി സൊസൈറ്റി നശിച്ചു പോയി കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ അപ്പെക്സ് സൊസൈറ്റിക്ക് അനുവാദമില്ല, ഗവൺമെന്റിനും അനുവാദമില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അടുത്താണ് 50 ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്. ഷെയർ ക്യാപിറ്റലും ഡിവിഡൻഡ് ഇത് നോർമലി അറിയാം. നമ്മൾ ഷെയർ ക്യാപിറ്റൽ അതായത് ഷെയർ പർച്ചേസ് ചെയ്താൽ കുറെ കഴിയുമ്പോൾ ആ എമൗണ്ട് തിരികെ കൊടുക്കണമല്ലോ. അങ്ങനെ ഷെയറിനെ തിരികെ കൊടുത്ത് ക്യാഷ് തിരിച്ചു മേടിക്കുന്ന പ്രൊസീജിയർ, അത്രേ ഉള്ളൂ ഡിസ്പോസൽ ഓഫ് ഷെയർ, വേറൊന്നുമില്ല. ഓൾ മണീസ് റിസീവ്ഡ് ബൈ ആൻ അപ്പെക്സ് സൊസൈറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർ അതർ സൊസൈറ്റി പർച്ചേസ് ഫ്രം ദ മണി ഇൻ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ റിഡംഷൻ ഓഫ് സച്ച് ഷെയർ ബൈ വേ ഓഫ് ഡിവിഡൻഡ് ഓർ അതർവൈസ് ക്രെഡിറ്റഡ് ടു ദാറ്റ് ഫണ്ട്. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ താഴെയുള്ള ഒരു സെൻട്രൽ സൊസൈറ്റിയുടെ ഷെയർ വാങ്ങുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ സ്റ്റേറ്റിൽ നിന്ന് ക്യാഷ് എവിടെ വന്നിട്ടുണ്ട്? ഇവർക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ 1000 ആണെങ്കിൽ 1000 സെൻട്രൽ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. ഇത് ഡിസൊല്യൂഷൻ അല്ല, റിഡംഷൻ നടത്തുമ്പോൾ ഷെയർ തിരികെ നമ്മൾ വിളിക്കുമ്പോൾ ഷെയർ വാങ്ങിയിട്ട് ഈ പണം ആർക്ക് കൊടുക്കും? തിരികെ അപ്പെക്സ് സൊസൈറ്റിക്ക് ഈ പൈസ കൊടുക്കും. അപ്പെക്സ് സൊസൈറ്റി അത് എങ്ങോട്ട് കൊടുക്കും?
അത് നേരെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് അപ്പെക്സ് സൊസൈറ്റി ക്രെഡിറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ റിഡംഷന്റെ സമയത്ത്. താഴെയാണെങ്കിലോ പ്രൈമറി സൊസൈറ്റി കൊടുക്കുന്നത് നേരെ ഇവിടെ വരുമ്പോൾ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും വരുന്നില്ല. ക്ലിയർ ആണോ? അതായത് സെൻട്രൽ സൊസൈറ്റി വാങ്ങി വെച്ചിരിക്കുന്ന എമൗണ്ട് ഷെയർ കൊടുത്തല്ലോ, ആ എമൗണ്ട് തിരികെ കൊടുക്കുമ്പോൾ ഷെയർ തിരിച്ചെടുക്കുമ്പോൾ ആ പൈസ നേരെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും അപ്പെക്സ് സൊസൈറ്റി. അതാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് കൺഫ്യൂഷൻ ആകേണ്ട കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. നോക്കിയേ, അതാ പറഞ്ഞത്, ആ ഷെയർ വെച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പർച്ചേസിന്റെ മണി ഇൻ ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓൺ റിഡംഷൻ ഓഫ് സച്ച് ഷെയർ, അത് റിഡീം ചെയ്യുമ്പോൾ ബൈ വേ ഓഫ് ഡിവിഡൻസ്. ഇനി അല്ലാതെ ഡിവിഡൻഡ് കിട്ടിയാലും അതുപോലെ തന്നെയാണ് കേട്ടോ. സെൻട്രൽ സൊസൈറ്റിയിൽ നിന്ന് റിഡംഷൻ ചെയ്യുമ്പോൾ ഒരു പക്ഷേങ്കിൽ കൊടുത്തിരിക്കുന്ന 10,000 ആയിരിക്കാം, എന്നാൽ അതിന്റെ പലിശ കൂട്ടിയാണ് നമുക്ക് തിരികെ കിട്ടുന്നത് അല്ലേ, ഡിവിഡൻഡ് കിട്ടും. അത് രണ്ടും ഒരുമിച്ചാണ് അവർ തിരിച്ചു മേടിക്കുന്നത്. അത് എങ്ങോട്ട് കൊടുക്കും? അത് ഏത് ഫണ്ടാണോ രൂപീകരിച്ച് വെച്ചിരുന്നത്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ആണെങ്കിൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ഫണ്ടിലേക്ക് കൊടുക്കും. ഇനി സെൻട്രൽ സൊസൈറ്റിയുടെ കാര്യം അതുപോലെ തന്നെ പറയുന്നു. ഓൾ മണി റിസീവ്ഡ് ബൈ എ സെൻട്രൽ സൊസൈറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർ ഓഫ് പ്രൈമറി സൊസൈറ്റി പർച്ചേസ് ദ മണി ഇൻ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓൺ റിഡംഷൻ ഓഫ് സച്ച് ഷെയർ or by way of dividend or otherwise shall be first instance credited to that fund, then transferred to Apex Society which credited them to Principal State Partnership Fund. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉണ്ട്, ആരുടെ കയ്യിലാണ്? അപ്പെക്സ് സൊസൈറ്റിയിൽ. അതിനുശേഷം സെൻട്രൽ സൊസൈറ്റി ആണ് അല്ലേ, അതിനുശേഷം വരുന്നതാണ് സെൻട്രൽ സൊസൈറ്റി സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നും കൊടുത്ത ഫണ്ട് ഉപയോഗിച്ചത് ഇവിടെ നിന്നും ഇവർ ഒരു പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ വാങ്ങുകയാണ്. ഒരു പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ വാങ്ങുകയാണ്. പ്രൈമറി സൊസൈറ്റി തിരികെ കൊടുക്കുന്ന എമൗണ്ട് ഇപ്പം ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ 10,000 രൂപ അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട് ആർക്ക് കൊടുക്കണം? ആദ്യം ഫസ്റ്റ് എങ്ങോട്ട് പോകണം? ഫസ്റ്റ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് പോകണം. അതിനുശേഷം അത് എങ്ങോട്ട് കൊടുക്കും? അവർ അപ്പെക്സ് സൊസൈറ്റിയിൽ കൊടുക്കും. അപ്പെക്സ് സൊസൈറ്റി അത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് കൊടുക്കും. ഇതാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അത്രേ ഉള്ളൂ, അതിൻ്റെ അത് കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഫസ്റ്റ് ഇൻസ്റ്റൻസ് കണ്ടോ, ഫസ്റ്റ് ക്രെഡിറ്റഡ് ടു ദാറ്റ് ദം, ക്രെഡിറ്റ് ചെയ്യും ആ ഫണ്ടിലേക്ക്, ദെൻ ട്രാൻസ്ഫർ ടു അപ്പെക്സ് വരെ, അതിനുശേഷം അപ്പെക്സിലേക്ക് കൊടുക്കും. എന്നിട്ട് അത് അങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യും പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക്, പിന്നീടാണത് ക്രെഡിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി all money is transferred to subsection 1 or subsection 2, ഇങ്ങനെ ക്രെഡിറ്റ് ചെയ്യുന്ന പണമെല്ലാം that shares stand in the name of Apex Society or Central Society as the case may be paid to government. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിലേക്കാണ് ഇതെല്ലാം അവസാനം പോകുന്നത്. ഇപ്പൊ സെൻട്രലിൽ കിടന്നാലും അപ്പെക്സിൽ കിടന്നാലും സബ്സിഡറിയിൽ കിടന്നാലും പ്രിൻസിപ്പലിൽ കിടന്നാലും അത് ഗവൺമെന്റിനുള്ളതാണ് എന്നാണ് പറയുന്നത്. അടുത്തത് as the provided in subsection 3, the government shall not be entitled to any return on the money provided by into the Apex Society under section 43. ഇവിടെ പറയുന്നത് സബ്സെക്ഷൻ 3 പ്രകാരം ഗവൺമെന്റ് ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു എനി അതർ റിട്ടേൺസ്, മറ്റൊരു റിട്ടേൺസും ഗവൺമെന്റ് വാങ്ങിക്കില്ല അല്ല, ഓൺ ദ മണീസ് പ്രൊവൈഡഡ് ബൈ ഇറ്റ് ടു ദ അപ്പെക്സ് സൊസൈറ്റി അണ്ടർ സെക്ഷൻ 43. സെക്ഷൻ 43 എന്ന് പറഞ്ഞാൽ 43 ഉപയോഗിച്ചിട്ടാണ് ഈ പണം ഗവൺമെന്റ് ആർക്ക് കൊടുത്തത്? അപ്പെക്സ് സൊസൈറ്റി കൊടുത്തത്. അതിന് പ്രതിഫലമായിട്ട് മറ്റൊന്നും ഗവൺമെന്റ് വാങ്ങിക്കില്ല. ഡിവിഡൻഡ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് any amount to the credit of principal state partnership fund or the subsidiary state partnership fund and the investment thereof shall not form a part of asset or liability of the Apex Society or the Central Society as the case may be. The balance sheet of such a society shall separately show the amount of the credit of principal state partnership fund or subsidiary state partnership fund to the investment thereof as the case may be. അതായത് അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് ഇപ്പോൾ 1 കോടി രൂപ കിട്ടുക, എന്തിന്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് 1 കോടി രൂപ കിട്ടുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അത് ആ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അപ്പെക്സ് സംഘത്തിന്റെ എമൗണ്ട് ആണെന്ന് പറഞ്ഞ് അവരുടെ സ്വന്തം ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോയിട്ട് അവരുടെ ആസ്തിയായിട്ട് എഴുതി ചേർക്കാൻ സാധിക്കില്ല. ഇത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. അല്ലാതെ സെൻട്രൽ സൊസൈറ്റിക്ക് പണം കിട്ടുന്നു, സെൻട്രൽ സൊസൈറ്റി കിട്ടിയപ്പം അവരുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ, അത് അവരുടെ സ്വന്തം അസറ്റ് ആണ്, അവരുടെ ആസ്തിയാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കില്ല. അവരെന്ത് ചെയ്യണം? അതിന് സെപ്പറേറ്റ് ഫണ്ടായിട്ട് ബാലൻസ് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. ആ സെക്ഷൻസ് വളരെ എളുപ്പമാണ്, ഒന്നുമില്ല കൺഫ്യൂഷൻ. സെക്ഷൻ 51 ഡിസ്പോസൽ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. നേരത്തെ പറഞ്ഞതിന്റെ വിപരീതമാണ്. നേരത്തെ പറഞ്ഞത് ഒരു അപ്പെക്സ് സൊസൈറ്റി ഉണ്ട്, താഴെയുള്ള സെൻട്രൽ സൊസൈറ്റി ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് അപ്പെക്സ് സൊസൈറ്റി സെൻട്രലിന്റെ ഷെയർ വാങ്ങി
സെൻട്രൽ സൊസൈറ്റി നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ പണം ഗവൺമെന്റിന് ഒരു കാരണവശാലും ആരോട് ചോദിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് അപ്പെക്സിനോട് ചോദിക്കാനോ കുറ്റപ്പെടുത്താനോ സാധിക്കില്ല. കാരണം ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് ഷെയർ വാങ്ങിയത്, അതുകൊണ്ട് സെൻട്രൽ സൊസൈറ്റി പോയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ പറയുന്നത് അപ്പെക്സ് സൊസൈറ്റി ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആരുടെ കൈവശം നിന്ന് ഷെയർ പർച്ചേസ് ചെയ്തു? ഷെയർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ സൊസൈറ്റിയുടെയാണ്. ദെൻ അപ്പെക്സ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്തു പോയി. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്ന സിറ്റുവേഷൻ. ഇവര് അപ്പെക്സ് സൊസൈറ്റി സെൻട്രലിൽ നിന്ന് ഷെയർ വാങ്ങി, പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അപ്പെക്സ് സൊസൈറ്റി തകർന്നു പോയി. അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റി പ്രൈമറിയുടെ ഷെയർ വാങ്ങി, പ്രൈമറിയുടെ ഷെയർ വാങ്ങുന്നു, സെൻട്രൽ സൊസൈറ്റി എന്നിട്ട് നശിച്ചു പോയി. അങ്ങനെ വന്നാൽ എന്നാണ് സെക്ഷൻ 51 പറയുന്നത്. വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെ? നേരെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഇഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി വിച്ച് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് വൗണ്ട് അപ്പ്. കണ്ടോ, അപ്പെക്സ് സൊസൈറ്റി ആണ്, അവർക്ക് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉണ്ട്, അവർ നശിച്ചു പോകുന്നു. ഓർ ഡിസോൾവ്ഡ്, അല്ലെങ്കിൽ അവർ തകർന്നു പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ അപ്പെക്സ് സൊസൈറ്റി തകർന്നു, അവിടെ പണം എന്തെങ്കിലും കാണുമല്ലോ. ഓൾ മണി ടു ദ ക്രെഡിറ്റ് ഓഫ് payable to that fund shall be paid to the government. അപ്പെക്സ് സൊസൈറ്റി തകർന്നു പോയി കഴിഞ്ഞാൽ ആ പണം നേരെ അന്നാ കുറെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കുറെ എമൗണ്ട് ഇല്ലേ, അന്നാ സെൻട്രൽ സൊസൈറ്റി കൊടുത്തേക്കാം എന്നല്ല, അത് നേരെ ഗവൺമെന്റിലേക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അതുപോലെ തന്നെയാ ഇഫ് എ സെൻട്രൽ സൊസൈറ്റി വിച്ച് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് wound up or dissolved, all money to the credit of payable to that fund shall be credited to paid as to case may be പ്രിൻസിപ്പൽ സ്റ്റേറ്റ് ഫണ്ട് ഫ്രം ദ ഇറ്റ് റിസീവ് മണി അണ്ടർ ക്ലോസ് ബി. അതായത് സെൻട്രൽ സൊസൈറ്റിയിലെ കുറെ പണമുണ്ട്, ഏതാണ് അപ്പെക്സിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് ഒരു സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ സൊസൈറ്റി. അത് ഉപയോഗിച്ചുകൊണ്ട് പ്രൈമറി സൊസൈറ്റിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സെൻട്രൽ സൊസൈറ്റി തകർന്നു പോയാൽ എന്തെങ്കിലും ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ നേരെ ടോപ്പിലേക്ക് പോകും. ആർക്ക്? നമ്മൾ നേരെ പഠിച്ച പോലെ തന്നെ നേരത്തെ എന്തെങ്കിലും എമൗണ്ട് കിട്ടിയാൽ മുകളിലേക്ക് പോകും, അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അത് പിന്നീട് അങ്ങോട്ട് പോകും, ഗവൺമെന്റിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അത്രേ ഉള്ളൂ. ഇനി അടുത്തതാണ് എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസ്. സെക്ഷൻ 52 ആണ്. സബ്ജക്ട് ടു ദ ഫോർഗോയിങ് പ്രൊവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ, ഗവൺമെന്റ് മേ എൻറ്റർ ഇൻടു ആൻ എഗ്രിമെന്റ് വിത്ത് അപ്പെക്സ് സൊസൈറ്റി setting out the term and condition on which it shall provide money to Apex Society for the purpose specified in section 43. അതായത് അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്താണ്? അവിടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ആരുടെ അനുമതി വേണം? ഗവൺമെന്റിന്റെ അനുവാദം ഉണ്ടാണ് അല്ലെ? അത് മാത്രമേ പറയുന്നുള്ളൂ. ഇങ്ങനെയാണ് ഗവൺമെന്റ് മേ എൻറ്റർ ഇൻടു ആൻ എഗ്രിമെന്റ് വിത്ത് അപ്പെക്സ് സൊസൈറ്റി സെറ്റിംഗ് ഔട്ട് എ ടേം ആൻഡ് കണ്ടീഷൻ. അതായത് ഗവൺമെന്റ് അപ്പെക്സ് സൊസൈറ്റി ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്ത്? ഞങ്ങൾ പറയുന്ന പോലെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന രീതിയിലായിരിക്കണം താങ്കൾ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ അവിടെ നിബന്ധനയുണ്ട്. ഇനി അടുത്തത് പറയുന്നത് an apex society may with the previous approval of the government enter into agreement with the central society setting out the term and condition which shall provide money society from the principal state partnership fund. അതായത് അപ്പെക്സ് സൊസൈറ്റി തങ്ങൾക്ക് കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് സെൻട്രലിലേക്ക് ഈ പണം കൊടുക്കുമ്പോൾ അപ്പെക്സ് സൊസൈറ്റിയും സെൻട്രൽ സൊസൈറ്റിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം. അത് ആരോട് അനുവാദം മേടിച്ചിരിക്കണം? ഗവൺമെന്റിനോട് അനുവാദവും കൂടെ മേടിച്ചിട്ട് വേണം, എന്നിട്ട് മാത്രമേ ഈ പണം കൊടുക്കാവൂ എന്നാണ് 52 പറയുന്നത്. ഹെഡിങ് ഒന്നോർത്ത് വെച്ചാൽ മതി, ബാക്കി എളുപ്പമാണ്, നമുക്ക് കിട്ടും. എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി ആണ് അല്ലെ? ക്ലിയർ ആയിട്ട് മനസ്സിലായി. 53 അതർ ഫോം. ഇതെന്താണ് പ്രത്യേകത? സെക്ഷൻ 42 മുതൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 52 വരെയുള്ള സെക്ഷൻസ് എന്തായിരുന്നുടാ? ഷെയറുമായി ബന്ധപ്പെട്ടതാണ്, ഷെയറുമായി ബന്ധപ്പെട്ടാണ്, ഷെയർ പർച്ചേസുമായി ബന്ധപ്പെട്ടാണ് 42 മുതൽ 52 വരെ. എന്നാൽ സെക്ഷൻ 53 വരുമ്പോൾ ഇങ്ങനെ ഷെയർ പർച്ചേസ് ചെയ്യുന്നതല്ല, മറ്റ് സഹായങ്ങൾ, പണപരമായിട്ടല്ല, മറ്റ് സഹായങ്ങൾ എങ്ങനെയാണ് ഗവൺമെന്റ് ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നത്, മറ്റു രീതിയിലുള്ള എയ്ഡ്, മറ്റു രീതിയിലുള്ള ഹെൽപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതാണ് സെക്ഷൻ 53 പറയുന്നത്. അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് ടു സൊസൈറ്റി, സൊസൈറ്റികൾ കൊടുക്കുന്ന മറ്റു രീതിയിലുള്ള സഹായം എങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്. നോക്കടാ, ഗീവ് ലോൺ ഓർ മേക്ക് അഡ്വാൻസസ് ടു സൊസൈറ്റി. അതായത് ഷെയർ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, എങ്ങനെയാ? ലോൺ കൊടുക്കുന്നു, ഗീവ് ലോൺ ഓർ മേക്ക് അഡ്വാൻസസ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് ലോൺസ് ഓർ അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഷെയർ വാങ്ങി സഹായിക്കുന്നില്ല, മറിച്ച് ലോണുകൾ അല്ലെങ്കിൽ അഡ്വാൻസസ് ഒക്കെ ആർക്ക് കൊടുക്കുന്നുണ്ട്? താഴെയുള്ള സൊസൈറ്റിക്ക് ആർക്ക് കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കും. അങ്ങനെ ഗവൺമെന്റ് സൊസൈറ്റികളെ സഹായിക്കാറുണ്ട്. അടുത്തത് ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ്. അപ്പൊ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ്? ലോൺസ്, അഡ്വാൻസസ്. സൊസൈറ്റിക്ക് ലോണും അഡ്വാൻസസ് ആര് കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കും. രണ്ടാമത് പറഞ്ഞത് എന്താണ് മക്കളെ? റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഇഷ്യൂഡ് ബൈ സൊസൈറ്റി. സൊസൈറ്റി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറുകൾ ഉണ്ടല്ലോ, അതിന് ഗ്യാരണ്ടി നിൽക്കും ആര്?
ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കും. ആരാ ഡെബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്? നമുക്കറിയാം കേസ് കാർഡ് ബാങ്കാണ് ഡെബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, കാർഡ് ബാങ്കുകൾ അല്ലേ. അങ്ങനെ വരുമ്പോൾ ഡെബഞ്ചർ കടപ്പത്രം ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ്, അത് ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക്കിൽ നിന്ന് പണം സ്വരൂപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക് എന്നല്ല, നമുക്കറിയാം നബാർഡുമായി ബന്ധപ്പെട്ടതാണ്, അത് നമ്മൾ പിന്നീട് പഠിക്കേണ്ടതാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങൾക്കൊരു ഡെബഞ്ചർ തന്നിട്ട് ഞാൻ പർച്ചേസ് ചെയ്യും, ഞാനിപ്പോൾ എമൗണ്ട് വാങ്ങുകയാണ്, നിങ്ങൾക്ക് ഡെബഞ്ചർ തരുന്നു, ഞാൻ ക്യാഷ് വാങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഉറപ്പില്ല, ഞാൻ ഡെബഞ്ചർ എന്നിട്ട് ക്യാഷ് മേടിച്ചു, പിന്നീട് തരുമോ ഇല്ലയോ എന്നൊരു ഉറപ്പില്ല. അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് ഗ്യാരണ്ടി തരിക, അത് തിരികെ തരും, അതിന് ഇൻട്രസ്റ്റ് ഞാൻ തന്നോളാം എന്നൊരു ഉറപ്പ് തരുന്നത് ഗവൺമെന്റാ. അങ്ങനെ വരുമ്പോൾ പബ്ലിക്കിന്റെ കോൺഫിഡൻസ് കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് രണ്ടാമതായിട്ട് പറയുന്നത് ഗ്യാരണ്ടി, ഡെബഞ്ചർ ആൻഡ് പ്രിൻസിപ്പിൾ. അത് ഓർത്താൽ മതി. ഓക്കെ ആണോ? പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പിൾ ആണ്. റീപേയ്മെന്റ് ആണല്ലേ, കാരണം തിരികെ കൊടുക്കുക. പ്രിൻസിപ്പിൾ റീപേ ചെയ്യുന്നു, പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്തോളാന്ന് ഉറപ്പ് കൊടുക്കുന്നു ഗവൺമെന്റ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ലോൺസ് അഡ്വാൻസസ് കൊടുക്കുന്നു, ഡെബഞ്ചറിന് ഗ്യാരണ്ടി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഗ്യാരണ്ടി റീപേയ്മെന്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഗ്യാരണ്ടി ഷെയർ ക്യാപിറ്റൽ, ഇവിടെ ഷെയർ ക്യാപിറ്റലിന് ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നു. 3. അടുത്തതാണ് പറയുന്നത് ഗ്യാരണ്ടി റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു സൊസൈറ്റി. അതായത് സൊസൈറ്റി കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസിന് ഒരു ഗ്യാരണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നു. അങ്ങനെ 4 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഓർത്ത് വെച്ചേ. ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്നു, ഡെബഞ്ചറിന് ഗ്യാരണ്ടി കൊടുക്കുന്നു, ഷെയറിന് ഗ്യാരണ്ടി കൊടുക്കുന്നു, ലോൺസ് ആൻഡ് അഡ്വാൻസസിന് ഗ്യാരണ്ടി കൊടുക്കുന്നു. ഇതിൽ കൂടുതൽ പെടാത്തത് ഏതെന്ന് CSEB ചോദ്യം വരും. JCIക്ക് ഒരു ചോദ്യം വന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? JCI കേരള ബാങ്കിനൊക്കെ ഇത് ചോദ്യം വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അറിയാം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വരും. ഇതിൽ ഉൾപ്പെടാത്തത് ഏതെന്നൊരു ചോദ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്നിരിക്കും കേട്ടോ. അതുകൊണ്ട് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇനി നോക്കടാ, ഗ്യാരണ്ടി ദ റീപേയ്മെന്റ് ഓഫ് ഡെപ്പോസിറ്റ് റിസീവ്ഡ് ബൈ സൊസൈറ്റി ആൻഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് എ ഡെപ്പോസിറ്റ്. അതുപോലെ തന്നെ ലോൺ കൊടുക്കുമ്പോൾ ഗ്യാരണ്ടി കൊടുക്കുന്ന പോലെ തന്നെ സൊസൈറ്റി സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റിന് ഗ്യാരണ്ടി കൊടുക്കുന്നു. നമുക്കറിയാം ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്ന സ്കീമുകളൊക്കെ ഉണ്ട്, 57B പ്രകാരം എന്നൊക്കെ അറിയാം. നമുക്ക് പഠിക്കേണ്ടതാണ്, പിന്നീട് പഠിക്കാം. ഓക്കെ, ഇവിടെ ഗവൺമെന്റ് ഡെപ്പോസിറ്റിന് ഗ്യാരണ്ടി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഗീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഇൻ എനി അതർ ഫോം ഇൻക്ലൂഡിംഗ് സബ്സിഡി എനി സൊസൈറ്റി. എടാ, മറ്റുള്ള രീതിയിൽ സബ്സിഡി കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ ഗവൺമെന്റ് സൊസൈറ്റികൾക്ക് കൊടുക്കാറുണ്ട്. ഇനി അടുത്തത്, set off any amount due to government out of the financial assistance given under this section, in which case the gross amount of the assistance before set off shall be treated as original amount of assistance. അതായത് സെറ്റ് ഓഫ് ചെയ്യാണ്, ഇത് ഓർത്ത് വെക്കണം. സെറ്റ് ഓഫ് എനി amount due to the government out of financial assistance. അതായത് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സംഘത്തിന്, ഇപ്പൊ ഒരു കൺസ്യൂമർ സംഘം ആയിക്കോട്ടെ, ഒരു കൺസ്യൂമർ സംഘത്തിന് ഗവൺമെന്റ് ഒരു ലോൺ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് റീപേ ചെയ്യേണ്ട ഒരു ലോൺ കൊടുത്തിട്ടുണ്ട്. ഒരു 10 ലക്ഷമാണ് എന്നിരിക്കട്ടെ, ലോൺ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഒരു 10 ലക്ഷമാണ്. ഇവർ ഈ 10 ലക്ഷത്തിൽ ഒരു 5 ലക്ഷം അടച്ചു, ഇനി 5 ലക്ഷം കൂടെ തിരികെ അടയ്ക്കാനുണ്ട്, ഗവൺമെന്റിന് തിരികെ അടയ്ക്കാനുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗവൺമെന്റ് പുതിയ സ്കീം വന്നു, ഗവൺമെന്റ് കൺസ്യൂമർ സംഘങ്ങൾക്ക് പുതിയ ലോൺ അനുവദിക്കുന്നു, അല്ലെങ്കിൽ കൺസ്യൂമർ സംഘങ്ങൾക്ക് പുതിയ സ്കീം കൊടുക്കുന്നു. അവർക്ക് കിട്ടുന്നത്, അവരോട് പറയാണ് 20 ലക്ഷം വരെയാണ് കിട്ടാൻ സാധ്യത. 20 ലക്ഷം കിട്ടുന്നു. ഉടനെ ഇവർക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും, കാരണം 20 ലക്ഷം രൂപ ഇവർക്ക് കിട്ടും. ഈ കൺസ്യൂമർ സംഘത്തിന് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് അസിസ്റ്റൻസ് കിട്ടും. എന്നാൽ ഇവർ നേരത്തെ കൊടുക്കാനുള്ള 5 ലക്ഷം സെറ്റ് ഓഫ് ചെയ്തതിനു ശേഷം ബാലൻസ് മാത്രമേ ഇവിടെ കണക്കാക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാലൻസ് മാത്രമായിരിക്കും കൺസ്യൂമർ സംഘത്തിന് ലഭിക്കാൻ അർഹതയുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ സെറ്റ് ഓഫ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. സെറ്റ് ഓഫ് എനി എമൗണ്ട് ഡ്യൂ ടു ദ ഗവൺമെന്റ് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യും എന്നാണ് പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് the government may exempt any society in eligible case consider financial position for setting off government dues. അതായത് ഗവൺമെന്റ് വേണമെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റിയെ ഈ സെറ്റ് ഓഫിൽ നിന്ന് ഒഴിവാക്കുന്നത് ഗവൺമെന്റിന് തീരുമാനിക്കുക. അത് ഗവൺമെന്റ് ഇഷ്ടപ്രകാരം ഗവൺമെന്റിന് ഏതെങ്കിലും സൊസൈറ്റിയെ ഒഴിവാക്കണമെങ്കിൽ അങ്ങനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് 54, പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43 to 52. 43 മുതൽ 52 വരെയുള്ളത് ഓവർ റൈഡ് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് 42 ഡയറക്റ്റ് പർച്ചേസ് ആണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഇൻഡയറക്റ്റ് പർച്ചേസ്, അതായത് ഗവൺമെന്റിന്റെ തുകയാണ് മറ്റു സൊസൈറ്റി കൊടുത്തിട്ട് ഷെയർ ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറയുന്നത്. അത് ഗവൺമെന്റിന്റെ തുക കൊടുക്കുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങൾ നമുക്കറിയാം. ഫിനാൻഷ്യൽ ആക്ട് പ്രകാരം, ഇൻകം ടാക്സിന്റെ ആക്ട്, അങ്ങനെ കുറേ ആക്ടുകൾ പ്രകാരം, അല്ലെങ്കിൽ റവന്യൂ പരമായിട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് നിയന്ത്രണങ്ങൾ മറ്റ് നിയമങ്ങളിൽ കാണും. എന്തിന്? ഗവൺമെന്റിന്റെ തുക ഉപയോഗിച്ച് മറ്റൊരാൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും നിബന്ധനകൾ കാണും. ഗവൺമെന്റ് അല്ലാതെ മറ്റൊരു സ്ഥാപനത്തിലെടുത്ത് അവരാണ് ഗവൺമെന്റിന് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പല നിയമങ്ങളും ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം എതിരായിരിക്കാം. എന്നാൽ ഇവിടെ പറയുന്നത്
അങ്ങനെ എന്ത് നിയമം ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് ബാധകമല്ല. ഞങ്ങളുടെ KCS ആക്ട് പ്രകാരം അത് വാലിഡ് ആണ്. അങ്ങനെ പർച്ചേസ് ചെയ്യുന്നതിന് KCS ആക്ട് പ്രകാരം യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾക്ക് ആ നിയമങ്ങളൊന്നും ബാധകമല്ല. ഇൻകം ടാക്സ് ആക്ടിൽ എന്തും പറഞ്ഞോട്ടെ, റവന്യൂ റിക്കവറി ഏത് ആക്ടിൽ എന്തും പറഞ്ഞോട്ടെ, 43 മുതൽ 52 വരെയുള്ള സെക്ഷൻസിനെ അതൊന്നും ബാധിക്കില്ല എന്ന് KCS ആക്ട് 1969 സെക്ഷൻ 54 വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് പഠിച്ചു വെക്കുക. എന്താ പറയുന്നത്? പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 42 to 52 43 മുതൽ 52 വരെ ഷാൽ ഹാവ് എഫക്ട് നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് ഇൻകൺസിസ്റ്റന്റ് there with it contained in any other law for the time in force. മറ്റ് നിയമത്തിൽ എന്തും പറഞ്ഞോട്ടോ, കുഴപ്പമില്ല, ഞങ്ങൾ തള്ളിക്കളയുന്നു, അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. കൃത്യമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കേസേ അല്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തുപോയി. അപ്പൊ അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. 43 മുതൽ 52 വരെ 54 വരെയുള്ള സെഷൻസ് അതിനെ വേറൊന്നും ബാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ് എയ്ഡ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോകണം. ഇതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും, 100% ഉറപ്പാണ്. 44 ഡയറക്റ്റ് ചോദ്യം വരും. സെക്ഷൻ 44 എന്താണ്, 43 എന്താണ്, 42, 44, 45 എന്താണെന്ന് ഡയറക്റ്റ് ഒരു ചോദ്യം അടുത്ത എക്സാമിന് കാണും കേട്ടോ. അത്രേ ധൈര്യമായിട്ട് നിങ്ങളിത് പഠിച്ചോളുക. പിന്നെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർഷ്യൽ ഫണ്ട് ഉപയോഗിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ആര് ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് ചോദ്യം വരും. സബ്സിഡറി ക്രിയേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദ്യം വരും കേട്ടോ. ലയബിലിറ്റി ലിമിറ്റഡ് എങ്ങനെയാണെന്നൊക്കെ ഓർത്തിരിക്കുക. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ മുമ്പിൽ ഉള്ള മാർഗത്തെ മാത്രം നോക്കിക്കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ലക്ഷ്യം നേടിയെടുക്കാം അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. തടസ്സങ്ങൾ പലത് വന്നേക്കാം. തടസ്സങ്ങൾ നിങ്ങളെ തടഞ്ഞു നിർത്തരുത്. തടസ്സങ്ങളെ വകഞ്ഞു മാറ്റി നിങ്ങൾ മുൻപോട്ട് കുതിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജെയ്സൺ സൈനിങ് ഓഫ്. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു.